നാട്ടിൽ നിന്ന് ദുബായിലേക്ക് പോകുന്ന അറിഞ്ഞപ്പോൾ നമ്മുടെ ഷിയാസിക്ക് ഒരു കാര്യം പറഞ്ഞു. നീ ദുബായി ചെന്നിട്ട് പരിചയപ്പെട്ട ഒരാളുണ്ട്, എല്ലാവരുടെയും പ്രിയപ്പെട്ട, എല്ലാവരും ഭയങ്കര സ്നേഹത്തോടും ഭയങ്കര ബഹുമാനത്തോടും വിളിക്കുന്ന അച്ചാപ്പുക്ക എന്ന അൽസിയാനയുടെ എല്ലാമായിട്ടുള്ള നമ്മുടെ അഷറഫക്കയാണ്. ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ഫോണിൽ അദ്ദേഹത്തെ ബന്ധപ്പെട്ട എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്രോ ഇങ്ങനെ ധൈര്യമായിട്ട് പോരും, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും പറഞ്ഞാൽ മതി, എല്ലാത്തിനും നമ്മുടെ പിള്ളേരുണ്ട്. അങ്ങനെ ഞാൻ അച്ചാപ്പുക്കയെ കാണാനായിട്ട് കരാമയിലുള്ള ഫ്ലൈസിയാനയിൽ ചെന്ന് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് ഭയങ്കര സ്വീകരണമൊക്കെ തന്നെ. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഇത്രയും സ്നേഹമുള്ള ഒരുപാട് നല്ല ചങ്കായിട്ട് ഇക്കയോടെ നിൽക്കുന്ന കുറേ സ്റ്റാഫുകളുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം തന്നെ. അപ്പം ഞാൻ ഇക്കയെക്കുറിച്ച് വന്നിട്ട് കാര്യങ്ങൾ പറയാം. അദ്ദേഹത്തിൻ്റെ കഥ കേട്ടപ്പോൾ തന്നെ നമുക്ക് അറിയാതെ നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞു പോയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ബാല്യത്തിൽ ഒരുപാട് വിഷമത്തിലും പ്രയാസത്തിലും ദാരിദ്ര്യത്തിലും ഒക്കെ വളർന്നയാണ്. 26 വർഷം മുമ്പ് എല്ലാ പ്രവാസികളെ പോലെ കയ്യിൽ വേണ്ടത്ര ഡിഗ്രി ഒന്നും ഇല്ലാതെ ദുബായിലെത്തിയതാണ് പ്രിയപ്പെട്ട അച്ചാപ്പുക്ക. അവിടുന്ന് അദ്ദേഹത്തിൻ്റെ വളർച്ച അതെന്താണെന്നാണ് നിങ്ങളിനി കാണേണ്ടത്. ഒരു മനുഷ്യന് എത്രത്തോളം മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും കഴിയുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട അച്ചാപ്പുക്ക. പ്രിയപ്പെട്ട അച്ചാപ്പുക്ക, അങ്ങനെ പരിചയപ്പെടുന്ന ഒരുപാട് സന്തോഷം. ഇവരൊക്കെ എന്താ വിളിക്കുന്നത്? ഇവരെല്ലാവരും എന്നെ വിളിക്കുന്നത് അച്ചാപ്പുക്ക എന്നാണ്. അച്ചാപ്പുക്ക, ആ പേരിന്റെ അത് അവർക്ക് സ്നേഹം കൂടുതലുകൊണ്ട് വിളിക്കുന്നതാണ്. ചെറുപ്പം മുതൽ എന്റെ നാട്ടില് അങ്ങനെ ഒരു പേരിലാണ് ഞാൻ അറിയപ്പെട്ടിരുന്നത്. അത് ഇവിടെ വന്നപ്പോ പിന്നെ ഇവരും വിളിച്ചോടെ അങ്ങനെ. എനിക്കും ഇഷ്ടം അങ്ങനെ വിളിക്കുന്ന. അതാകുമ്പോ അച്ചാപ്പുക്ക. ഒഫീഷ്യൽ നെയിം അഷ്റഫ് എന്നാണ്. അഷ്റഫിനെ വളരെ സ്നേഹിച്ച് ഉരുട്ടി മെനത്തി എടുത്തതാണ് അച്ചാപ്പുക്ക. കൂടുതൽ ആൾക്കാരും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോ പിന്നെ ഇവരോട് നമുക്കൊരു എന്താ പറയാ, ഒരു അകൽച്ച ഒന്നും ഇല്ലാത്തൊരു പേരായി പോയി അത്. അപ്പോ ഞാൻ അങ്ങനെ തന്നെ വിളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ആ വിളിക്കുന്നവരും കേൾക്കുന്ന എനിക്കും എന്തോ ഒരു സ്പെഷ്യൽ ഫീലിംഗ് വെറൈറ്റി ആയിട്ട് തോന്നുകയും ചെയ്യും. ഈ നാട് വിട്ട് ഈ ഇന്ത്യക്ക് പുറത്ത് വന്നിട്ട് 10 വർഷമായി. ശരിക്കും 26 വർഷമായി. 26 വർഷത്തെ പ്രവാസ ജീവിതമാണ്. അന്ന് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് വരുമ്പോഴേ ഇതുപോലെ എനിക്ക് ഒരു സ്ഥാപനം വിടണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു? ഒന്നുമില്ല. ഇവിടെ എന്തായിട്ട് ആദ്യം വന്ന് ഇവിടെ എൻ്റെ ഉമ്മയുടെ ബ്രദർ ഉണ്ട്. അവരാണ് ആദ്യമായിട്ട് ദുബൈയിലേക്ക് കൊണ്ടുവരുന്നത്. അവർക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഡെലിവറി ബോയ് ആയിട്ട് സൈക്കിളിന്റെ മുകളില് സാധനങ്ങൾ നമ്മള് ലേബർ ക്യാമ്പുകളുണ്ട്. ഏത് വർഷമായിരുന്നത്? 1999 ഇവിടെ. എന്ത് പഠിച്ചു കഴിഞ്ഞാണ്, അത് ഏത് പ്രായത്തിലാണ് പുറത്തോട്ട് പോരുന്നത്? അല്ല, ആക്ച്വലി എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാൻ വളരെ ലോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. 9ാം ക്ലാസ് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ വീട്ടിലെ പ്രാരാബ്ദവും ബുദ്ധിമുട്ടുകളും കൊണ്ട് എനിക്ക് എൻ്റെ വിദ്യാഭ്യാസം തുടരാൻ പറ്റില്ല. 10th ഞാൻ ട്യൂട്ടോറിയലിൽ പോയി. അതും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലെ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് എനിക്ക് ദുബൈക്ക് വരേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരുപാട്, ഞങ്ങൾ 5 മക്കളായിരുന്നു ഞങ്ങൾ. അപ്പോൾ 5 പേരെയും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്. ജീവിതത്തിൽ ഉപ്പ പരാജയപ്പെട്ടു പോയപ്പോൾ ഉമ്മ ആ മക്കളെയും കൊണ്ട് ഉമ്മ ഉയർത്തെഴുന്നേറ്റും തന്നെ പറയാം. ഉമ്മയുടെ ഒരു എഫേർട്ടിൻ്റെ ഒരു ഫലമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഒന്ന് ഇവിടെ എത്തിയതും. മാത്രമല്ല നമുക്കൊരു പ്രചോദനമായതും ഈ ബിസിനസ്സൊക്കെ ചെയ്യാനും, അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രതിസന്ധിയിലും തളരാൻ പാടില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളതും എൻ്റെ ഉമ്മയുടെ വിജയം തന്നെയാണ്. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. ഒരു സൂപ്പർ മാർക്കറ്റിൽ ഡെലിവറി ബോയ് ആയിട്ട്. നമ്മൾ സൈക്കിളിൻ്റെ മുകളിലാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സൈക്കിളിൻ്റെ മുകളിൽ അടുത്തടുത്തുള്ള ലേബർ ക്യാമ്പുകളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ സാധനങ്ങൾ കൊടുക്കും. അങ്ങനെ അതിനുശേഷം ലൈസൻസ് എടുത്ത് പിന്നീട് നമ്മൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങി PRO വർക്ക് ചെയ്ത് അതിനുശേഷമാണ് ഇവിടുത്തെ ദുബൈയിലെ ഒരു നല്ലൊരു കമ്പനിയിൽ ഞാനൊരു ഡ്രൈവറായിട്ട് ഞാൻ അവിടെ ജോലിക്ക് കയറി. അതിനുശേഷം അവിടുത്തെ ട്രാൻസ്പോർട്ട് കോർഡിനേറ്ററായി, പിന്നെ കോർഡിനേറ്ററായി, അതിനുശേഷം അവിടുത്തെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി. അതെല്ലാം നമ്മുടെ ഈ ഇവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 9ാം ക്ലാസ് വരെ പഠിച്ചു. പക്ഷേ ഓരോ ദിവസവും എനിക്ക് വിദ്യാഭ്യാസം ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഓരോ പുതിയ വാക്കുകൾ നമ്മൾ പഠിക്കുന്നു, ഓരോ ആൾക്കാരായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യും. പല രാജ്യത്തുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഭാഷ പഠിക്കാൻ, അറബ് പഠിക്കാൻ, ഇംഗ്ലീഷ് പഠിക്കാൻ, ഹിന്ദി പഠിക്കാൻ എല്ലാം ഇവിടുന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ട്രെയിനിങ് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിനെ രക്ഷപ്പെടുത്തിയെടുത്ത UAE തന്നെ. തീർച്ചയായിട്ടും ഈ രാജ്യത്തോടായുള്ള വലിയൊരു കടപ്പാട് നമുക്കുണ്ട്. 19ാമത്തെ വയസ്സിൽ നിന്ന് നാട് വിട്ടും 26 വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കും ഭയങ്കര ഹാപ്പി അല്ലേ? കാരണം നമ്മൾ എല്ലാം തികഞ്ഞ അല്ലെ ഒരു വലിയൊരു സമ്പന്നതയിൽ അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത്ര ഒരു സുഖം കിട്ടില്ലായിരുന്നു. ഇല്ലായ്മയിൽ കൂടെ ഈ വേദനയും പ്രയാസങ്ങളിൽ കൂടെയും ബുദ്ധിമുട്ടിൽ കൂടെയൊക്കെ നമ്മൾ ജീവിച്ചു വന്നുകൊണ്ടാണ് ഈ ഫ്ലൈസിയാന എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒരാളായിട്ട് ഇന്ന് ഇവിടെ വന്നിരിക്കാൻ കഴിയുന്നത്. നമ്മളിങ്ങനെ ചില വണ്ടി ഓടിച്ചു പോകുമ്പോഴും നമ്മുടെ ബാല്യകാലവും അല്ലെ നമ്മൾ ബുദ്ധിമുട്ടിയ കാലങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ചിന്തിക്കാറുണ്ടോ? എൻ്റെ നാട്ടിലെ എൻ്റെ സെൻറ്ററിലെ
ഒരുപാട് കടകളിലേക്ക് ഞാൻ ബക്കറ്റിൽ വെള്ളം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുള്ള ഒരു പോക്കറ്റ് മണിക്ക് ചെറുപ്പത്തിൽ നമുക്ക് 50 പൈസയിൽ 1 രൂപ 2 രൂപ കിട്ടിയാൽ നമുക്കത് ഇന്നത്തെ ലക്ഷങ്ങളുടെ വിലയാണ് അതിന്. അപ്പോൾ ആ പൈസക്ക് വേണ്ടിയിട്ട് ഞാൻ അടുത്ത നമ്മളെ കൂൾ ബാറുകൾക്കും അതുമാതിരി തന്നെ നമ്മളെ നാട്ടിലെ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ അങ്ങനെ വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അതുമാതിരി ഞങ്ങളെ ഫ്രണ്ട്സായിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇന്നത്തെ ജനറേഷൻ എന്തായാലും കിട്ടില്ല, 100% ഉറപ്പാണ്. പക്ഷെ ആ എക്സ്പീരിയൻസ് ഓർക്കുമ്പോൾ നമുക്കതൊരു എന്താ പറയുക, വല്ലാത്തൊരു സന്തോഷമുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അത്. ഈ സിയാനയിൽ നിന്ന് എങ്ങനെ ഫ്ലൈ സിയാനയിലേക്ക് എത്തിയത്? സിയാന 2012 ഞങ്ങളൊരു 4 പേര് കൂടിയിട്ട് തുടങ്ങിയതാണ് സിയാന. ദുബൈയിലായിരുന്നു ഫസ്റ്റ് ബ്രാഞ്ച് നമ്മൾ ഓപ്പൺ ചെയ്തത്. അതിനുശേഷം നമ്മൾ റാസൽഖോർ അവീർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ 2ാമത്തെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു. അജ്മാലിൽ 3ാമത്തെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു. സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ അതിന് ശേഷം അജ്മാലിലുണ്ടായിരുന്ന ബ്രാഞ്ച് നമ്മൾ ഏറ്റെടുക്കുകയാണ്. ആ ബ്രാഞ്ച് 2019 നമ്മൾ അവിടുന്ന് ഏറ്റെടുത്തിട്ട് അതിനുശേഷം നമ്മൾ അവിടുന്ന് തുടങ്ങിയൊരു യാത്രയാണ് ഇന്നിപ്പോൾ ഫ്ലൈ സിയാന ആയിട്ട് നിൽക്കുന്നത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയുന്നത്, കഴിഞ്ഞ ഏപ്രിൽ 14 വിഷുവിൻ്റെ അന്ന് ഉച്ചയ്ക്ക് എൻ്റെ സുഹൃത്തുണ്ട്, പുള്ളിയുടെ കൂടെ പോയി ഭക്ഷണം കഴിച്ചിരുന്നപ്പോൾ 4 മണിക്ക് എനിക്കൊരു തോന്നൽ ഖത്തർ പോയാലൊന്ന്. ഞാൻ പോകുന്നത് ബൈ റോഡാണ്, ഒരാളെയും കൂട്ടാണ്ട് ഇവിടുന്ന് ഞാൻ ഓൾമോസ്റ്റ് 8-9 മണിക്കൂർ യാത്ര. ഞാൻ ഇവിടെ നേരെ സൗദി കടന്ന് ഖത്തറിലേക്ക് എത്തി. എനിക്കതൊക്കെ ഒരു ത്രില്ലാണ്, സന്തോഷം. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ യാത്രകൾ ചെയ്യണം. നമ്മുടെ എത്ര വലിയ ടെൻഷൻ നമുക്കുണ്ടെങ്കിലും എനിക്കുള്ള എക്സ്പീരിയൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, യാത്ര ചെയ്ത് ഞാൻ എവിടെയും പോയി വന്നു കഴിഞ്ഞാൽ എനിക്കതൊക്കെ ഒന്ന് റിലാക്സ് ആവും. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, എൻ്റെ ഉമ്മ അതുമാതിരി തന്നെ എൻ്റെ ബ്രദർ, ഈ 2 ആൾക്കാരുടെയും ലൈഫ് കണ്ടിട്ടാണ് ഞാൻ ആദ്യം തന്നെ എനിക്ക് ഒരു കാര്യം, അത് ചില പല കാര്യങ്ങളും നമ്മൾ ഒരു കസ്റ്റമേഴ്സ് വിളിച്ചാലും അല്ലെങ്കിൽ ഒരാൾ വിളിച്ചാലും നമ്മൾ അവരായിട്ട് ബിഹേവ് ചെയ്യേണ്ട രീതി, അവരോട് സംസാരിക്കേണ്ട രീതി, അവർക്ക് നമ്മളൊരു വാക്ക് കൊടുത്താൽ അത് പാലിക്കേണ്ട രീതി, ഇതൊക്കെ ഞാൻ അവരിൽ നിന്ന് കണ്ടുപിടിച്ചു. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ബിസിനസ് തുടങ്ങുമ്പോൾ എനിക്ക് എൻ്റെ ബാക്ക് ബോൺ ആയിട്ട് ഒരാളുണ്ടായിരുന്നു. എൻ്റെ ഇതിന്റെ പാർട്ട്ണർ ജോയേട്ടൻ എന്ന് പറയുന്നത്. പുള്ളിയും അതുപോലെ തന്നെ എൻ്റെ കുറെ നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്സിൽ എനിക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു ഫ്രണ്ട്സാണ് സലീം. അവിടെ നിന്നാണ് ഷിയാസ് ഖാനെ, അതുമാതിരി തന്നെ വ്ളോഗർ വഹാബ് ഉണ്ട്, വഹാബിനെ, അതുമാതിരി ഒരുപാട് ആൾക്കാരെ, കടൽ കൊമ്പൻ, ഞങ്ങളുടെ ഇടയിൽ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ആ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ വന്നത് സലീമത്തുമാണ്. സിയാന ഇന്ന് ഈ ഒരു ലെവലിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ കൂടെ നിൽക്കുന്നവർ. ഈ ഓഫീസിൽ നിങ്ങൾ ഇന്ന് കണ്ടു തന്നെ ആൾക്കാർ, അവരുടെ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്നെ അതിശയിപ്പിച്ചിട്ടുള്ളത്. ഈ ബിസിനസ്സിൽ മാത്രമല്ല, എൻ്റെ ലൈഫിൽ വരെ അവർ അറ്റാക്ക് ചെയ്യാറുണ്ട്, അവർ കയറി വരാറുണ്ട്. എൻ്റെ മുഖം ഒന്ന് വാടിക്കഴിഞ്ഞാൽ അവർ ചോദിക്കും. ഒരു വർഷം നമുക്ക് ഇവിടുന്ന് നമ്മുടെ സർവീസ് എത്രത്തോളം ആൾക്കാർക്ക് കൊടുത്തു? ടൂറുകളാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. ടൂറുകൾ നമ്മളെ വെച്ചോളം ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോട്, എൻ്റെ കൊലീഗ്സിനോട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നാട്ടിൽ നിന്നൊരു ഫാമിലി 5 ആൾ ദുബായ് കാണാൻ വരുന്നുണ്ടെങ്കിൽ അവര് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ അവരെ ദുബൈന്റെ ഏറ്റവും നല്ല ഭംഗി എന്താ ദുബൈക്ക് കാണുന്നത്, ആ ഭംഗി അവരെ കാണിക്കണം നമ്മൾ. ഞങ്ങളെല്ലാവരും ഇപ്പൊ ഞങ്ങളുടെ ഈ ഒരു ടീം 10-40ഓളം പേര് UAE-ലുള്ള നമ്മളെ 7 ബ്രാഞ്ചിലായിട്ട് നമ്മളെല്ലാവരും ഉണ്ട്. അപ്പൊ എനി ടൈം നമ്മളെല്ലാവരും ബിസിനസ് കാർഡിലാണ് മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജർ ഉള്ളൂ. പക്ഷേ ഒരു ഗസ്റ്റ് ഇവിടെ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ആ ഗസ്റ്റിന്റെ സർവന്റായി മാറണം നമ്മൾ. ഫ്ലൈ സിയാനയുടെ സക്സസ് എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ വിജയം. തീർച്ചയായിട്ടും 40 പേർക്ക് അന്നം കൊടുക്കുന്ന ഒരു അന്നദാതാവാണ് എൻ്റെ അടിയടുത്ത് തന്നെ ഇരിക്കുന്നത്. ഒപ്പം ഇവരുടെയൊക്കെ വലം കൈയായിട്ടും ചങ്കായിട്ടും വേറൊരാൾ ക്യാമറയുടെ പുറകിരിപ്പുണ്ട്, ക്യാമറയുടെ മുമ്പിലേക്ക് വരാതെ മാറിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെയൊക്കെ സബലീകരിക്കാൻ ഇപ്പം സാറ് പറഞ്ഞതുപോലെ തന്നെ 5 ദിവസം നിങ്ങളെ എല്ലാം മറന്ന് നിങ്ങൾക്കൊന്ന് സ്പെൻഡ് ചെയ്യണം, ഒരു ഫാമിലിയോടൊപ്പം ഒന്ന് യാത്ര ചെയ്യണം, തീർച്ചയായിട്ടും ഫ്ലൈ സിയാന മറക്കണ്ട. ഫ്ലൈ സിയാനയിൽ വന്നിട്ട് അവരോടൊപ്പം പറക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ശരിക്കും ഈ സിയാനയിൽ നിന്ന് ഫ്ലൈ സിയാന ആകാനുള്ള കാരണം അതെന്തായിരുന്നു? സിയാന ഇവിടെ സെപ്പറേറ്റ് ആയപ്പോൾ 2 സിയാനായി, സിയാന ട്രാവൽ LLCയും സിയാന ട്രാവൽ ആൻഡ് ടൂറിസം എന്നുള്ള പേരിലാണ് നമ്മൾ ഇത് 2 രീതിയിലൂടെ പോയത്. പിന്നീട് നമുക്ക് ആ ഒരു ചെറിയൊരു പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നമ്മുടെ പാർട്ട്നേഴ്സൊക്കെ കൂട്ടിയിട്ട് ഡിസൈഡ് ചെയ്തൊരു കാര്യമാണ്, നമ്മൾ അതിൻ്റെ മുകളിൽ ഫ്ലൈ സിയാന എന്നുള്ളൊരു പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് സിയാനക്ക് മുന്നേറ്റ് നമ്മൾ 2-3 പേര് സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിൽ എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ടൊരു പേര് ഫ്ലൈ സിയാന. പിന്നെ ഇന്ന് നമ്മൾ അറിയപ്പെടുന്നത് ഫ്ലൈ സിയാന എന്നുള്ള പേരിലാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, മൂവ് ചെയ്തിട്ടുള്ളത്. കുടുംബത്തെ കുറിച്ച് ഭാര്യ, 2 മക്കളാണ്, മോള് ഹാദിയ, മകൻ ബിലാല്. വൈഫിൻ്റെ പേര് ഷജീന എന്നാണ്. അവരെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. വൈഫ് ഓൾമോസ്റ്റ് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പല സ്ഥലത്തായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ലൈഫ്
എൻ്റെ വൈഫിനെ ഒരുമിച്ച് നിർത്താൻ തന്നെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടു തരുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഒരു സാധാരണക്കാരൻ്റെ സ്വപ്നമാണ് നമ്മൾ ഈ കേട്ടതും ഞാനിരിക്കുന്ന സ്ഥാപനവും ഇതുപോലത്തെ മറ്റ് 3-4 സ്ഥാപനങ്ങളുള്ള ഒരു സാധാരണക്കാരൻ സ്വപ്നം കണ്ട് വളർത്തിയെടുത്ത് അധ്വാനത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആളിൻ്റെ അടുത്ത് വന്ന് വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു വീഡിയോ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ച് അങ്ങോട്ട് ആളിനെ റിക്വസ്റ്റ് ചെയ്ത് വന്നതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ എല്ലാ സക്സസിൻ്റെയും പിന്നിൽ ഒരുപാട് അധ്വാനങ്ങളുണ്ട്. അപ്പം മറക്കണ്ട, ഇത്രയും വിനയമുള്ള ഞാൻ എൻ്റെ വളരെ വളരെ സിമ്പിളായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ. ഇത്രയും വിനയമുള്ള വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യൻ്റെ സ്വപ്നമാണ് ഫ്ലൈ സിയാനയിൽ കൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. കുറച്ച് ദിവസം നമ്മുടെ കുടുംബത്തിനോടൊപ്പം ചിലവഴിക്കുക. അത് വേറെ ആരോടുമല്ല, നമ്മുടെ ഫ്ലൈ സിയാനോടൊപ്പം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.